ആധുനിക ശാസ്ത്രചരിത്രം ആരംഭിക്കുന്നത് 16-ാം നൂറ്റാണ്ട് മുതലാണ്. ബുദ്ധിശക്തിയിൽ പൂർണ്ണതയുള്ള മനുഷ്യൻ സമൂഹമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആരംഭിച്ചിട്ട് 10,000-കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് ശാസ്ത്രഭാഷ്യം. ആദ്യകാലം മുതൽ ശാസ്ത്രത്തിന് അവൻ്റെ ജീവിതത്തിലും ചിന്തകളിലും വ്യക്തമായ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്കിടയിൽ മാത്രമാണ് ശാസ്ത്രം മനുഷ്യൻ്റെ ചിന്താഗതികളെ നിയന്ത്രിക്കാൻ ആരംഭിച്ചത്. വളരെ പ്രത്യേകമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഇത്തരത്തിൽ നിർണായകമാണ്. ജീവൻ, പ്രപഞ്ചം തുടങ്ങിയ മനുഷ്യ മനസ്സിലെ അടിസ്ഥാനപരമായ അവ്യക്ത ചിന്തകൾക്ക് ശാസ്ത്രം കൂടുതൽ വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാൻ ആരംഭിച്ചത് ഇക്കാലയളവിലാണ്. കൂടുതൽ മികവുള്ള ഒരു ജീവിത വീക്ഷണവും ലോകവീക്ഷണവും ഇന്നത്തെ ശാസ്ത്രം ആധുനിക മനുഷ്യന് സമ്മാനിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശാസ്ത്രലോകത്ത് സംഭവിച്ച മഹാത്ഭുതങ്ങൾ പലതുണ്ട്. മനുഷ്യൻ്റെ ധാരണകളിലും കാഴ്ചപ്പാടുകളിലും വിപ്ലവകരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുകയും ജീവിത രീതികളിലും ജീവിത സൗകര്യങ്ങളിലും പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത തിരിച്ചറിവുകളാണ് അവയിൽ ചിലത്. ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെയും ജീവൻ്റെയും രഹസ്യങ്ങളിലേക്കുള്ള വാതിലുകൾ മലർക്കെ തുറന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. കൺമുന്നിൽ കാണുന്ന പലതിൻ്റെയും പിന്നിലെ വിസ്മയങ്ങളുടെ ആഴം ഗ്രഹിക്കുവാൻ ആധുനിക മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ ശാസ്ത്രം പര്യാപ്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത്തരത്തിലുള്ള ചില സിദ്ധാന്തങ്ങളിലൂടെ ശാസ്ത്രലോകത്ത് നിർണായകമായി ഇടപെട്ട പ്രതിഭകളിൽ പ്രധാനിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അവതരിപ്പിച്ച ആപേക്ഷികതാ സിദ്ധാന്തം ആധുനിക ശാസ്ത്രത്തെയും ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെയും വിപ്ലവകരമായി സ്വാധീനിച്ചു. നമ്മുടെ സാധാരണ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് അങ്ങ് നോക്കുകയാണെങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്. സമയം, സ്ഥലം, കാലം തുടങ്ങിയ അനുഭവങ്ങളൊക്കെ എന്ന് പറയും. പക്ഷേ ഇവയെല്ലാം വളരെ അത്ഭുതാവഹമായിട്ടുള്ള വളരെ ചിന്തോദ്ദീപകമായ ആഴങ്ങൾ പേറുന്നവയാണ് എന്നുള്ള ഉൾക്കാഴ്ചയാണ് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്ന വിപ്ലവം ഭൗതികശാസ്ത്രത്തിൽ കൊണ്ടുവന്നു. അത് ഭൗതികശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിപ്ലവമല്ല, മനുഷ്യൻ്റെ അർദ്ധപ്രപഞ്ചങ്ങളിലെല്ലാം തന്നെ ശക്തമായ സ്വാധീനങ്ങളും ആഘാതങ്ങളും ജനിപ്പിക്കുവാൻ പോകുന്ന ഒരു ദർശനമാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലൈറ്റ് ഓഫ് ട്രൂത്ത് എപ്പിസോഡിൻ്റെ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വിഷയീഭവിക്കുന്നത് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ശാസ്ത്രീയ, ദാർശനിക, മതാത്മക മാനങ്ങളെക്കുറിച്ചാണ്. വിപ്ലവകരമായ പല സിദ്ധാന്തങ്ങളും ഉടലെടുത്ത ഒരു കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. അതിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഫിസിക്സിൽ സംഭവിച്ചത് ഈ സ്പേസ് ടൈം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ബോഡീസ് ഇൻ സ്പേസ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾക്ക് നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള ഒരു പുതിയ സിദ്ധാന്തം ആൽബർട്ട് ഐൻസ്റ്റൈൻ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് 2 ഘട്ടമുണ്ട്. 1905 അവതരിപ്പിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, പ്രത്യേക ആപേക്ഷിക സിദ്ധാന്തവും, അത് കഴിഞ്ഞൊരു 10 വർഷത്തിന് ശേഷം അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം. ഈ 2 കാര്യങ്ങളും ഫിസിക്സിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയ ഒരു സിദ്ധാന്തങ്ങളാണ്. 1905-ലും
1916 ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ച 2 സിദ്ധാന്തങ്ങളാണ് വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തവും സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തവും. അതുവരെയും ശാസ്ത്രത്തിന് പൂർണ്ണമായ വിശദീകരണങ്ങൾ നൽകാൻ കഴിയാതിരുന്ന ഊർജം, പ്രപഞ്ചം, സമയം, സ്ഥലം തുടങ്ങിയ പലതിനെയും വിശദീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ മഹത്വം. പദാർത്ഥവും ഊർജവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് സ്ഥാപിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് കൂടുതൽ ജനകീയമായ ആപേക്ഷികതാ സിദ്ധാന്തം. അത് അവതരിപ്പിക്കപ്പെട്ട് 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തയ്യാറാക്കിയ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഗുരുത്വാകർഷണ ബലത്തെയും അതുവഴി പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും സ്വഭാവത്തെയുമെല്ലാം വിശദീകരിക്കുന്നു. 2 തിയറികളും അടിസ്ഥാനമൂന്നിയിരിക്കുന്ന തത്വങ്ങളും അവ വിശദീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഏറെ സങ്കീർണമാണ്. അതേസമയം അന്നോളം ശാസ്ത്രചിന്തകരെ അലട്ടിയിരുന്ന എണ്ണമറ്റ ആശയക്കുഴപ്പങ്ങൾക്കുള്ള തൃപ്തികരമായ വിശദീകരണങ്ങൾ അവ നൽകി. ഈ സിദ്ധാന്തം തന്നെ നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കോസ്മോളജിയിലെ ഒരു അടിത്തറയായിട്ട് തന്നെ വരുന്നത് ഈ ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസാണ്. ഈ ഇക്വേഷൻസ് വെച്ചാണ് യൂണിവേഴ്സിൻ്റെ എവല്യൂഷൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെയധികം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് ഐൻസ്റ്റൈൻ്റെ ഈ ആപേക്ഷിക സിദ്ധാന്തം. ഐൻസ്റ്റീൻ ആദ്യം അവതരിപ്പിച്ച വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം താരതമ്യേന ലളിതമെങ്കിലും അത്തരമൊരു സിദ്ധാന്തം കാലഘട്ടത്തിൻ്റെ ആവശ്യവും നിർണായകമായ അനന്തരഫലങ്ങൾക്കിടയാക്കാൻ പോന്നതുമായിരുന്നു. പ്രധാനമായും ഊർജത്തെയും പദാർത്ഥത്തെയും വിശദീകരിക്കുകയും അതോടൊപ്പം പ്രകാശത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ നിർവചിക്കുകയുമാണ് ആ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം ചെയ്തത്. പ്രകാശമൊഴികെ മറ്റെല്ലാം ആപേക്ഷികമാണ് എന്ന തത്വത്തെ തൻ്റെ ആദ്യ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം സ്ഥാപിച്ചു. ഇത്തരം ആശയങ്ങൾ അതുവരെയുണ്ടായിരുന്ന ഒട്ടേറെ ധാരണകളെ തിരുത്തിക്കുറിക്കുകയും മറ്റനവധി സിദ്ധാന്തങ്ങളെയും ശാസ്ത്രീയ നിരീക്ഷണങ്ങളെയും നിഗമനങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്തു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ ന്യൂട്ടൻ്റെ കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. അതായത് ന്യൂട്ടൻ്റെ തിയറിയിൽ നമ്മൾ ഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, മോഷൻ ഓഫ് ബോഡീസ് ഇൻ ദി ന്യൂട്ടൺസ് ലോ അറിയാം. അവിടെയെല്ലാം ഏതെങ്കിലും ഒരു ആബ്സല്യൂട്ട് സ്പേസിന് റിലേറ്റീവായിട്ടാണ് ആ മൂവ്മെൻറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ കൺസെപ്റ്റിൽ ദർ ഈസ് എ സ്റ്റേഷനറി ആബ്സല്യൂട്ട് സ്പേസ്. ആ സ്പേസിന് റിലേറ്റീവായിട്ടാണ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഐൻസ്റ്റൈൻ അത് സ്വീകാര്യമായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ വേറൊരു പ്രതിഭാസം ന്യൂട്ടൻ്റെ അതിനകത്തുള്ളൊരു ലിമിറ്റേഷൻ, ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു ദൂരെ ഇതിപ്പം സൂര്യൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇല്ലാതായാൽ അത് 8 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ അറിയത്തുള്ളൂ എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. കാരണം വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റിനേക്കാളും വേഗതയിൽ അതിവിടെ എത്താൻ പറ്റില്ല. പക്ഷേ ന്യൂട്ടൺ തിയറിയിൽ അത്തരത്തിലുള്ളൊരു കൺസ്ട്രെയിൻ ഇല്ല, അത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സംഭവിക്കുന്നു. അപ്പോൾ ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എങ്ങനെ സംഭവിക്കും? ഇത്തരം ചിന്തകളൊക്കെയാണ് ഐൻസ്റ്റൈനെ ഈ സ്പെഷ്യൽ തിയറിയിലേക്ക് നയിച്ചത്. സ്പെഷ്യൽ തിയറി, അതായത് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്ത പ്രകാരം സ്ഥലകാലങ്ങൾ കേവലമല്ല, സ്ഥലവും കാലവും എല്ലാം ആപേക്ഷികം മാത്രമാണ്. മാറ്റമില്ലാതെ നിൽക്കുന്നത് പ്രകാശത്തിൻ്റെ പ്രവേഗം മാത്രമാണ്. പ്രകാശപ്രവേഗം ആബ്സല്യൂട്ട്ലി കോൺസ്റ്റന്റ്, സ്ഥലവും കാലവും ആപേക്ഷികം മാത്രം. വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വിപ്ലവകരമായ ആശയങ്ങൾ ഏറെയുണ്ട്. അവയിൽ പലതിനും ഇതിനകം മാനവരാശിയെ വലിയ അളവിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ടൈം ഡയലേഷൻ അഥവാ സമയത്തിൻ്റെ ചുരുങ്ങൽ എന്ന ആശയം ഇത്തരത്തിൽ വിസ്മയകരമായ ഒരു പ്രതിഭാസമാണ്. ഭൂമിയിലും ബഹിരാകാശത്തും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും സമയം ഭൂമിയിലേതിന് സമാനമായിരിക്കില്ല എന്നാണ് വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. പ്രകാശത്തിൻ്റെ പ്രവേഗം സ്ഥിരമായിരിക്കും എന്ന അടിസ്ഥാന തത്വത്തെ വിശദീകരിക്കുമ്പോൾ സമയവും ആപേക്ഷികമാണ് എന്നാണ് ഈ സിദ്ധാന്തം സ്ഥാപിക്കുന്നത്. ലൈറ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ടൈം ഡൈലേഷൻ സംഭവിക്കുന്നു. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് കൂടിയ വെലോസിറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്ക് അതിൻ്റെ ടൈം സ്ലോയിൽ
ആണ് ടിക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ അതിനൊരു ആ പോകുന്ന ഡയറക്ഷനിൽ അതിൻ്റെ ലെങ്ത്ത് ഈ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൺട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പം അങ്ങനെ ടൈം ഡൈലേഷൻ, ലെങ്ത്ത് കൺട്രാക്ഷൻ, അതുപോലെ തന്നെ മാസ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ബോഡി ഹൈ വെലോസിറ്റി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അതിനുള്ള സമവാക്യങ്ങൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പിന്നീട് നടത്തിയ പരീക്ഷണങ്ങളെല്ലാം ഇത് ശരിയാണെന്നുള്ളതാണ് തെളിഞ്ഞത്. സ്പേസ് ടൈം കോണ്ടിനം അഥവാ സ്ഥലകാല നൈരന്തര്യം എന്ന ആശയമാണ് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഭൗതികശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന തത്വം. സ്ഥലത്തെയും കാലത്തെയും തുടർച്ചയുള്ള ഒരു പ്രത്യേക ഗണിത മാതൃകയിൽ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കുന്ന അടിസ്ഥാന ആശയമാണ് സ്ഥലകാല നൈരന്തര്യം. സങ്കീർണമായ അനവധി തത്വശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഈ ആശയത്തിൻ്റെ സാധ്യതകളെ ഹോളിവുഡ് സിനിമകളും മറ്റും ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിന് എളുപ്പം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വിചിത്രമായ ചില വശങ്ങൾ ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രചിന്തകർ വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചവും നമ്മളും മനുഷ്യനുമെല്ലാം ഈ സ്ഥലകാല നൈരന്തര്യത്തിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവൻസ് എന്നുള്ളത് അതൊരു 4 ഡയമെൻഷണൽ വേൾഡാണ്. 3 സ്പേസ് ഡയമെൻഷനും ഒരു ടൈം ഡയമെൻഷൻ നമുക്ക് കാണാത്തത് അത് ഇമാജിനറി ആയിട്ട് എടുക്കുകയാണ്. അതിനെ നമ്മൾ ചുരുക്കി ഒരു സ്പേസ് ഡയമെൻഷനും ഒരു ടൈം ഡയമെൻഷനും ആയിട്ടാണ് പടങ്ങൾ വരയ്ക്കാറ്. അങ്ങനെ നമുക്ക് ഈ സ്ഥലകാല നൈരന്തര്യത്തിനെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനായിട്ട് ചിത്രീകരിച്ചാൽ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ഥലകാല നൈരന്തര്യത്തിൽ ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. അതിൻ്റെ ഒറിജിനലാണ് നൗ ഹിയർ. ഒറിജിൻ എന്ന് പറയുന്നത് നൗ ഹിയർ. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ആബ്സല്യൂട്ട് ഫ്യൂച്ചറാണ്. ടൈം പ്രോഗ്രസസ്, ഇറ്റ്സ് ആബ്സല്യൂട്ട് ഫ്യൂച്ചർ. അതിൻ്റെ ചോട്ടിലേക്ക് വരികയാണെങ്കിൽ, അതായത് നെഗറ്റീവായ ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിൽ അത് ആബ്സല്യൂട്ട് പാസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചറിലും, അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണല്ലോ. ആബ്സല്യൂട്ട് പാസ്റ്റിൽ കുറേ ഉണ്ട്, ആബ്സല്യൂട്ട് ഫ്യൂച്ചറിൽ കുറേ ഉണ്ട് സംഭവങ്ങളുണ്ട്. നിരീക്ഷകൻ ഈ സംഭവങ്ങളുമായിട്ട് എൻകൗണ്ടർ ചെയ്യുകയാണ്. അപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്. ഒരു ഇവൻ്റ് ഒരു XY കോർഡിനേറ്റാണ് സ്പേസ് ടൈം കണ്ടിന്യൂറ്റിയിൽ. അപ്പോൾ ആബ്സല്യൂട്ട് ഫ്യൂച്ചറിൽ പോയിൻറ്റ്സ് ഉണ്ട്, ആബ്സല്യൂട്ട് പാസ്റ്റിൽ പോയിൻറ്റ്സ് ഉണ്ട്. ഇതൊരു പുതിയ വേൾഡ് വ്യൂ ആണ് തരുന്നത്. അതായത് ഒരു സംഭവം എന്നുള്ളത് ഒരു സ്പേസ് ടൈമിലുള്ള ഒരു പോയിൻ്റാണ്, നമ്മൾ അതുമായിട്ട് എൻകൗണ്ടർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ചോദ്യം ഉദിക്കുന്നു. സംഭവങ്ങളങ്ങനെ ഭാവിയിലും ഫ്യൂച്ചറിലും ഒക്കെ ഉള്ളപ്പോൾ സംഭവങ്ങൾ അവിടെ ഇല്ലേ? നമ്മളതിനെ ചെന്ന് കണ്ടാൽ പോരെ. ഈസ് ദ വേൾഡ് പ്രീ ഡിറ്റർമിൻഡ്? ആർ ദീസ് ഇവൻറ്റ്സ് പ്രീ ഡിറ്റർമിൻഡ്? ബിക്കോസ് പോയിൻറ്റ്സ് ആർ ദെയർ ഇൻ സ്പേസ് ടൈം. അപ്പോൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. പോസിബിളി ഇത് ഭാരതീയ ചിന്താ പദ്ധതിയായിട്ട് ഒത്തുപോകുന്ന ഒരു കാര്യമാണ്. ഇവൻറ്റ്സ് ആർ ദെയർ, ദ മൊമെൻറ്റ് വി എൻകൗണ്ടർ വി എക്സ്പീരിയൻസ് ദ ഇവൻറ്റ്. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്ന് പറയാനുള്ള പ്രൂഫൊന്നും ഇപ്പോൾ ഇല്ല. 2014 ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ ഹോളിവുഡ് സയൻസ് ഫിക്ഷനാണ് ഇൻ്റർസ്റ്റെല്ലാർ. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന കൗതുകകരമായ ആശയങ്ങളെ വിദഗ്ധമായി അവതരിപ്പിച്ച ഏറെ ചലച്ചിത്രങ്ങളിൽ എടുത്തു പറയത്തക്കതായ മികച്ച ഒന്നാണ് ഈ സിനിമ. ഒരു വേം ഹോളിലൂടെ കടന്ന് മറ്റൊരു ഗാലക്സിയിൽ എത്തിച്ചേർന്ന് അവിടെ ചെലവഴിച്ച ഏതാനും മണിക്കൂറുകൾ പോലും ഭൂമിയിലെ വർഷങ്ങൾക്ക് തുല്യമായിരുന്നു എന്ന് കഥാകൃത്ത് വിവരിക്കുന്നു. കഥാനായകൻ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ വളരെ ചെറുപ്പമായിരുന്ന മകൾ അദ്ദേഹം ചില മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷം തിരിച്ചെത്തിയപ്പോഴേക്കും മരണം കാത്തുകിടക്കുന്ന ഒരു വൃദ്ധയായി മാറിയിരുന്നു. ഇത്തരത്തിൽ ഐൻസ്റ്റീൻ ആപേക്ഷികതാ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതും ശാസ്ത്രലോകം അംഗീകരിക്കുന്നതുമായ വിസ്മയകരമായ നിരവധി ആശയങ്ങൾ അവതരിപ്പിച്ച ഈ ചലച്ചിത്രം വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. സമയം എന്ന ആശയം ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ കടന്നുവരവോടെ സങ്കീർണമായ ചില അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. മാനുഷികവും ഭൗമികവുമായ തലത്തിൽ സമയം എന്ന പദത്തിന് ലളിതമായ അർത്ഥമാണ് ഉള്ളതെങ്കിൽ
ശാസ്ത്രീയവും ആത്മീയവുമായ തലത്തിൽ ചിന്തിച്ചാൽ അതിന് സങ്കീർണമായ മറ്റു ചില അർത്ഥതലങ്ങൾ കൂടിയുണ്ട്. ആപേക്ഷികതാ സിദ്ധാന്തം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി 1 നൂറ്റാണ്ട് പിന്നിട്ട ശേഷവും സമയം എന്നത് ഒരു സമസ്യയായി നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ആഴമുള്ള അനവധി ആത്മീയ ചിന്തകൾ അവിടെ മറഞ്ഞു കിടക്കുന്നു. സമയം, ടൈം, കാലം, ഇത് അരിസ്റ്റോട്ടിൽ മുതൽ സെൻറ്റ് അഗസ്റ്റിൻ മുതൽ ഹൈഡഗർ, പോൾ റിക്ക് ഇവരെല്ലാവരും ദാർശനിക രീതിയിൽ ചിന്തിച്ചു. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഈ ക്ലാസിക്കൽ മെക്കാനിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് ആയിരുന്നു. അഗസ്റ്റിൻ നമ്മളോട് ചോദിക്കുകയുണ്ടായിരുന്നു, എന്താണ് സമയം? ഇഫ് യു ഡോണ്ട് ആസ്ക് മീ ഐ നോ വാട്ട് ഇസ് ടൈം, ബട്ട് ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് ടൈം ദെൻ ഐ ഡു നോട്ട് നോ. അതാണ് ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം. സമയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ പോലെ തന്നെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കപ്പെടാത്ത ഒരു വസ്തുവാണ്. എന്നിരുന്നാലും സയൻസ് വളരെയധികം പ്രോഗ്രസ് ചെയ്തു. സയൻസിന് സമയത്തെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു, സമയത്തെ മെഷർ ചെയ്യാൻ കഴിഞ്ഞു. സമയം എന്താണെന്നും ഒരു പരിധിവരെ ഇപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ പറ്റി. ശാസ്ത്രത്തിൻ്റെ ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ അനുസരിച്ച് സമയത്തിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും ആരംഭം 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു മഹാവിസ്ഫോടനമാണ്. എല്ലാം ഒരിക്കൽ അവസാനിക്കുമെന്നും അനവധി ശാസ്ത്രചിന്തകർ വാദിക്കുന്നു. എന്നാൽ സമയവുമായി ബന്ധപ്പെട്ട നിരവധി ആശയക്കുഴപ്പങ്ങൾ ഇനിയും ഉത്തരമില്ലാത്തതായി അവശേഷിക്കുന്നു. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ സമയത്തിന് വിവിധ മാനങ്ങളും സ്വഭാവങ്ങളുമുണ്ട് എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ അതൊരു വലിയ ചിന്താവിഷയം തന്നെയാണ്. സമയം എന്ന ആഴമേറിയ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകൾ വ്യാപ്തിയേറിയതാണ്. ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിറ്റി തിയറി, ബിഗ് ബാങ് ഇവരെല്ലാം പറയുന്നത് ടൈമിനും കാലത്തിനും സ്പേസിനും ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു 13.8 ബില്യൺ ഇയേഴ്സ് അഗോ. മിക്കവാറും ആ സ്പേസിനും ടൈമിനും ഒരു അവസാനവും കാണും. അതായത് ഈ ബിഗ് ക്രഞ്ച് എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കേട്ടതുപോലെ ഈ ടൈമിന് തന്നെ ഒരു ഡൈലേഷൻ ഉണ്ടാകും. 2 ഫ്രെയിംസ് ഓഫ് പെർസ്പെക്റ്റീവിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അവരുടെ സമയാനുഭവം വ്യത്യസ്തമാണ്. ടൈം ഡൈലേഷൻ, ഇതൊക്കെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഫിലോസഫേഴ്സിനും തിയോളജിയൻസിനും ഒരു ചലഞ്ച് ആണ്. സമയം ഒരിക്കൽ ആരംഭിച്ചതാണെന്നും അത് ഒരിക്കൽ അവസാനിക്കുമെന്നും ശാസ്ത്രം കരുതുന്നു. എന്നാൽ സമയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാം ചിന്തിക്കുന്ന മറ്റു ചില ആശയങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് അനന്തത എന്ന സമസ്യയാണ്. മറ്റൊന്നാണ് അനശ്വരത അഥവാ നിത്യത. ആദ്യത്തെ ആശയം തത്വശാസ്ത്രപരമാണെങ്കിൽ രണ്ടാമത്തേതിന് ആത്മീയമായ അർത്ഥതലങ്ങളാണുള്ളത്. ഒരുപക്ഷെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരാശയം കൂടിയാണ് നിത്യത. സമയത്തെ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നതോടൊപ്പം നിത്യതയുടെയും ദൈവികതയുടെയും അർത്ഥവും നാം ഗ്രഹിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ സമയത്തെ ഒരു ലീനിയർ സ്ഥിതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫിയിൽ സൈക്ലിക് സ്പൈറൽ ഡയമെൻഷൻ ഓഫ് ടൈം ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ടൈമിനെ ഒരു ലീനിയർ പ്രക്രിയയായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ടൈമിന് ഒരു ബിഗിനിങ് വേണമെങ്കിൽ കാണാം, ഒരു എൻഡ് അവസാനവും കാണാം. പക്ഷെ നമുക്ക് ഊഹിക്കാനും പറ്റും ഒരു ബിഗിനിങ്, ആരംഭമില്ലാത്ത ടൈം, അവസാനവുമില്ലാത്ത ടൈം. അങ്ങനത്തെ ഒരു ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ ഒരു ടൈമിനെയാണ് നമുക്ക് ഇറ്റേണിറ്റി എന്ന് പറയുന്നത്. എ ടൈം വിതൗട്ട് എ ബിഗിനിങ് ആൻഡ് വിതൗട്ട് എൻ എൻഡ്. പക്ഷേ അക്വീനാസ് വന്നിട്ട് പറഞ്ഞു അതായിരിക്കണമില്ല ഇറ്റേണിറ്റി. ദിസ്
ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരു ടൈം എവർലാസ്റ്റിംഗ് ടൈമാണ്. അത് ഇറ്റേണിറ്റി അല്ല. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ സൈമിൾട്ടേനിയസ് ഹോൾ പൊസഷൻ ഓഫ് എവറിതിങ്, ദാറ്റ് ഈസ് ഇറ്റേണിറ്റി. അതായത് ആരംഭമില്ലായ്മയും അവസാനമില്ലായ്മയും അല്ല, പക്ഷേ എ ടോട്ടൽ സൈമിൾട്ടേനിയസ് പൊസഷൻ ഓഫ് ടൈം എന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രം പറ്റുന്ന, ദൈവത്തിൻ്റെ സമയാനുഭവമാണ് ഇറ്റേണിറ്റി. ദൈവത്തിന് പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. ദൈവമെല്ലാം ഒരു നൗ ആയിട്ട്, ഒരു പ്രസൻറ്റ് ആയിട്ട് കാണുന്നു. നമ്മളുടെ മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുണ്ടാകുന്ന ഫ്യൂച്ചറും പാസ്റ്റും അതെല്ലാം ദൈവത്തിന് ഒരു പ്രസൻറ്റ് നൗ ആണ്. ദൈവത്തിൻ്റെ നൗ ഇറ്റേണിറ്റിയാണ്. മനുഷ്യൻ്റെ നൗ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പാസ്റ്റും പ്രസൻറ്റുമായിട്ടുള്ള ടൈം. അതാണ് അക്വൈനസും മറ്റവരും വെച്ച ഡിഫറൻസ് ബിറ്റ്വീൻ എവർലാസ്റ്റിംഗ് ടൈം ആൻഡ് ഇറ്റേണൽ ടൈം. എവർലാസ്റ്റിംഗ് ഈസ് എൻഡ്ലെസ് ടൈം, ബട്ട് ഇറ്റേണിറ്റി ഈസ് total simultaneous and whole possession of time. ഇങ്ങനത്തെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ കാണുന്നു? അതുമാത്രമല്ല, ഈ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവം സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സൃഷ്ടാവാണ് എങ്കിൽ ദൈവം എങ്ങനെ സമയത്തിൽ ഇടപെടുന്നു? അത് നമുക്കറിയാം. ദൈവം തീർച്ചയായിട്ടും സമയത്തിൽ ഇടപെടുന്നവനാണ്. ഹി വർക്ക്സ് ഇൻ ടൈം. അതുപോലെ തന്നെ ദൈവം സമയത്തിന് അതീതവുമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ദൈവം ഒരു സ്പീഡ് ഓഫ് ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ദൈവമാണ് ആ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പുതിയ ഒരു രീതിയിൽ ദൈവത്തിൻ്റെ ടൈമിനെയും ദൈവത്തിൻ്റെ ഇറ്റേണിറ്റിയും പിന്നെ നമ്മളുടെ യൂണിവേഴ്സിൻ്റെ ടൈമിനെയും നമുക്ക് വ്യാഖ്യാനം ചെയ്യേണ്ടതായിട്ട് വരുന്നു. എങ്ങനെയാണ് ദൈവം നമ്മളുടെ ഈ സ്പേസ് ടൈം വേൾഡിൽ ഇടപെടുന്നത്? ദൈവം സ്പേസ് ടൈമിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പൂർണ്ണമായും ദൈവം സ്പേസ് ടൈമിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റില്ല. കാരണം ദൈവം ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് എവറിതിങ് ദാറ്റ് ഈസ് ആൻഡ് ദറ്റ് കുഡ് ബി. അത് സമയത്തിനും സ്പേസിനും അതീതമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഇറ്റേണിറ്റി, ഈ ഇൻഫിനിറ്റ് ടൈം, അതിനെ നമ്മൾ എങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, എങ്ങനെ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട്, നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് ദൈവത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അതെല്ലാം വളരെയധികം പ്രസക്തിയുള്ളതും നമ്മളെ ചലഞ്ച് ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് ടൈം ആൻഡ് ഇറ്റേണിറ്റി. ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ വിപ്ലവകരവും ചിന്തോദ്ദീപകവുമാണ്. സമയത്തെയും സമാനമായ മറ്റ് അനേക ലോകയാഥാർത്ഥ്യങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ തിരിച്ചറിവുകൾ നമുക്ക് ആത്മീയമായ ഒട്ടേറെ ബോധ്യങ്ങളും സമ്മാനിക്കാൻ പര്യാപ്തമാണ്. മനുഷ്യനേത്രങ്ങളുടെയും അവൻ്റെ ചിന്താശേഷിയുടെയും പരിമിതികൾ കൊണ്ട് പലതിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ ശാസ്ത്രം മാനവരാശിയെ അതിന് പ്രാപ്തമാക്കുന്നു. ആപേക്ഷിക സിദ്ധാന്തവും ഐൻസ്റ്റീനും നൽകുന്ന ശാസ്ത്രീയവും തത്വശാസ്ത്രപരവുമായ ഉൾക്കാഴ്ചകളിലൂടെയുള്ള യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960.
നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു സംഭവത്തിൻ്റെയും പരിപൂർണ രൂപം കാണുന്നില്ല എന്നുള്ളത് സുവ്യക്തമാണ്. ഐൻസ്റ്റീൻ്റെ 4 ഡയമെൻഷണൽ വേൾഡിൽ ജീവിക്കുന്ന 3 ഡയമെൻഷണൽ ജീവികളാണ് നമ്മൾ. അതിന് പരിപൂർണമായ പ്രൂഫാണ് ഐൻസ്റ്റീൻ നമുക്ക് തന്നിരിക്കുന്നത്. എക്സ്പെരിമെൻറ്റ്, വെൽ പെർഫോംഡ് എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അത് നേച്ചർ എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നേച്ചർ തീർച്ചയായിട്ടും മറുപടി പറയും. ദൈവം തീർച്ചയായിട്ടും മറുപടി പറയും. ആ മറുപടി എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ക്രമമായി കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് അദ്ദേഹം ഒരു 10 വർഷത്തോളം അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വന്നു. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് വളരെ ഐൻസ്റ്റീൻ്റെ തിയറിയിൽ നമ്മൾ ഇതിനെ ഒരു ഗ്രാവിറ്റേഷൻ ഒരു ഫോഴ്സായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റീൻ ഗ്രാവിറ്റി എന്നുള്ളത് സ്പേസ് ടൈമിൻ്റെ കർവേച്ചറായിട്ട് പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് എല്ലാ കാൽക്കുലേഷൻസും ശരിയാണ് എന്ന് മെഷർമെൻറ്റ് നടത്തി തെളിയിക്കുകയും ചെയ്തു. ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആണെങ്കിൽ ക്വാണ്ടം തിയറി അനുസരിച്ച് എല്ലാ ഫോഴ്സുകളും മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് പാർട്ടിക്കിൾ കൊണ്ടാണ്.